നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ചെക്ക് ചെയ്യാതെ ഇത് ചെയ്യരുത്. കാരണം ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ആണോ പോസിറ്റീവ് റിസൾട്ട് ആണോ നെഗറ്റീവ് റിസൾട്ട് ആണോ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും എന്ത് കാര്യമാവട്ടെ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈന്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾക്ക് അപ്ലൈന്റെ അടുത്ത് ചോദിക്കാതെ ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അപ്ലൈന്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾക്കൊരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, ഹോം മീറ്റിംഗ് നടത്താം. പേസ് മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, പേസ് മീറ്റിംഗ് നടത്തുകയും വേണം. അല്ലാതെ ഇത് അപ്ലൈന്റെ ഒഴിവ് നോക്കിയിട്ട് ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഹോം മീറ്റിങ്ങുകൾ റെഗുലറായിട്ട് നിങ്ങളുടെ ടീമിൽ നടത്തുക എന്നുള്ളത് വളരെയധികം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പേസ് മീറ്റിംഗ് ആണെങ്കിലും. ഈ 2 കാര്യങ്ങൾ കൂടാതെ ഏത് മീറ്റിങ്ങുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം അപ്ലൈൻ ഒരു പക്ഷേ ഇതിന് മുൻപ് ഇതുപോലെ ചെയ്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉള്ള വ്യക്തിയാണോ നമുക്ക് അറിയില്ല. നമ്മൾ കുഴിയിൽ ചാടുന്നതിന് മുൻപ് കുഴിയിൽ ചാടിയിട്ടുള്ള വ്യക്തിയുടെ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ചാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പറയുന്ന പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്. എന്ത് കാര്യവും ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. 2, മിസ്യൂസ് ചെയ്യാം. അപ്പോ പ്രോപ്പർ യൂസേജ് ആണോ മിസ്യൂസിങ് ആണോ? എന്താണ് ഇതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് നമ്മുടെ അപ്ലൈൻ എന്ന് പറയുന്നത് ശരിക്ക് ഞാൻ ഈ ബിസിനസ്സിൽ എന്റെ അപ്ലൈനെ കണക്കാക്കുന്നത് എന്റെ ലൈഫ് ലൈൻ ആയിട്ടാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു മാർഗരേഖ വരയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ എന്റെ അപ്ലൈൻസിനെ കാണുന്നത്. നമുക്ക് നമ്മുടെ അപ്ലൈൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ആ മനുഷ്യൻ ശരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ തന്നു, ബിസിനസിന്റെ ഐഡിയ ഷെയർ ചെയ്ത് തന്നു. നമ്മള് ശരിക്കും എന്താണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യേണ്ടത്? പല ആളുകളും അപ്ലൈനെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു 15 നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇവരൊക്കെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ, ഇതൊക്കെ എന്റെ ആൾക്കാരാണ്, ഇവരെയൊക്കെ എന്റെ ടീമിൽ ജോയിൻ ചെയ്യിച്ചോളൂ. കോൾ സെന്റർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ. 2, കൊറിയർ ഡെലിവറി ബോയ് അപ്ലൈൻ. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം, ഒന്ന് എത്തിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയൊന്നല്ല, അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ന് മാത്രം. പല ആളുകളും ചോദിക്കുന്നത് എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടെന്ന് മറ്റൊന്നാന്ന് സാധനം ഒന്ന് ഡെലിവറി ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കൊറിയർ എക്സിക്യൂട്ടീവ് അപ്ലൈൻ. 3ാമത്തെ ഒരു അപ്ലൈൻ എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനർ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ ഒരാൾ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ ഒരു ഫാസ്റ്റ് ആർട്ട് അച്ചീവ് ചെയ്തു. അപ്പോ അതിന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈന് ഫോട്ടോ അയച്ചു കൊടുത്തു, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒന്ന് അയച്ചു തരൂ കേട്ടോ എന്നുള്ള രീതിയിൽ. ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വെസ്റ്റീജില് നമ്മൾ 4 ബേസിക്സ് ട്രെയിനിങ് എടുത്തിട്ടുള്ള ഏത് വ്യക്തിക്കും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഡൗൺലൈനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട് ലിസ്റ്റിലുള്ള വ്യക്തികളെ വിളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനും ഡെലിവർ ചെയ്യാനും വെസ്റ്റീജിന്റെ കൊറിയർ സർവീസ് ഉണ്ട്. നിങ്ങളുടെ അപ്ലൈനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികളുണ്ട്, നമ്മൾ സാധാരണ പറയും ഓടി, അതായത് ഓവർ ഡ്രാഫ്റ്റ്. അതായത് നമ്മളുടെ എന്ത് കാര്യത്തിനും ആദ്യം അവിടെ പേയ്മെന്റ് വഹിക്കുന്നത് നിങ്ങളുടെ അപ്ലൈൻ ആയിരിക്കും. അങ്ങനെയും ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മൾ ഒരു കാരണവശാലും ഈ പറഞ്ഞതെല്ലാം തന്നെ മിസ്യൂസ് ആണ്. പ്രോപ്പർ യൂസേജ് എന്ന് പറയുന്നത് എന്താ? അപ്ലൈനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, ഒരു ട്രെയിനിങ് ഫിക്സ് ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈന്റെ അടുത്ത് നിന്ന് പഠിക്കുക. ഇപ്പൊ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്ക് സ്ലൈഡ് ഉണ്ടാക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും ഒന്നും അറിയില്ല. ഞാൻ സുധീഷ് മാർനാടിന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഇതൊന്നും അറിയില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ഇത് ചെയ്തു തരണം എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്കിത് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് മാറി പതുക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എന്ത് കാര്യവും നമ്മൾ ചെയ്തു തരണമെന്നല്ല പറയേണ്ടത്, പഠിപ്പിച്ചു തരണം എന്നാണ് നമ്മൾ പറയേണ്ടത്. എനിക്ക് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ അറിയില്ല, എനിക്ക് പഠിക്കണം, സോ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് അപ്ലൈനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തു തരൂ, ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തു തരൂ. എങ്ങനെ? ഇപ്പോ എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയല്ല, നേരെ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനടുത്ത് സംസാരിക്കേണ്ടത്, എനിക്ക് നല്ല രീതിയിൽ ഹൈ മൊമെന്റത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അതിനു വേണ്ടിയിട്ട് അടുത്ത ഒരാഴ്ച ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഇതാണ്. എന്റെ 4 ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്നത് 4 ബേസിക്സ് ആണ്. 4 കൂടിയത് മാത്രമാണ് ആക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ
ഒരാഴ്ചയിലത്തെ ആക്ടിവിറ്റി ഇതാണ്, ഞാനിനി ഇതിൽ കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാണ് അപ്ലൈനുമായിട്ട് എന്താണ് ഞാനിനി ചെയ്യേണ്ടത്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് പറയാനുള്ള കാരണം, പലപ്പോഴും പല കാര്യങ്ങളും അപ്ലൈൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. നിങ്ങളുടെ ഐഡിയാസ് ആണ്. നോർമലി എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. നമ്മളൊക്കെ ചെയ്യുന്നത് കേൾക്കുന്നതും പറയുന്നതും അല്ല, നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് തോന്നുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾക്കത് ഇമോഷണലി, യെസ്, നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇമോഷണലി അതുമായിട്ട് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്ലൈൻ അതിലേക്ക് വേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പറയുകയാണ് അടുത്ത ഒരാഴ്ച ഞാൻ ഈ ഏരിയയിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അപ്ലൈൻ പറയും നിങ്ങൾ ആ ഏരിയയിൽ ഇത്ര ദിവസം ഇത്ര ശതമാനം മാത്രം അവിടെ വർക്ക് ചെയ്യുക, ബാക്കിയുള്ള വർക്ക് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്ലൈൻ എന്ന് പറയുന്നത് ഒരു ഗൈഡാണ്, അല്ലാതെ GPS പറയില്ലേ, എന്റെ ജീവിതത്തിന്റെ GPS എന്ന് പറയുന്നത്, GPS എന്താ, ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് ആരാ, ഞാനാണ്. വണ്ടി ഓടിക്കുന്നത് ആരാ, ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്ലൈൻ. സോ ഇതാണ് ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അപ്ലൈൻ എന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രമാണ്. ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താ, ഒരു തവണ പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ സംഹാരമാണ് നടക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിട്ട് അപ്ലൈനെ വെക്കുക. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ഞാനൊരു ഇത് ചെയ്യായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞൊരു സംഭവമാണ്, നമുക്കൊരു ഇല ഉണ്ട് ഒരു സ്ഥലത്ത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആ ഇല വാങ്ങി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അപ്ലൈനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള വസ്തു എങ്ങനെയാണോ അതുപോലെ നമ്മൾ നമ്മുടെ അപ്ലൈനെ ഉപയോഗിക്കണം. മമ്മൂട്ടി മോഹൻലാലിനെ നമ്മൾ എഡിഫൈ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെ എഡിഫൈ ചെയ്യേണ്ട വ്യക്തിയാണ് നമ്മളുടെ അപ്ലൈൻ. അതുപോലെ നിങ്ങൾക്കൊരു ക്രൗൺ ഡയറക്ടർ ആയിട്ട് മാറണോ, നിങ്ങൾക്കൊരു മില്യണർ ആയിട്ട് മാറണോ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലൈനെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ എഡിഫൈ ചെയ്യുക. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈനെ നിങ്ങളൊരു താങ്ക്സ് നോട്ട് വിടുക. താങ്ക് യു മൈ അപ്ലൈൻ, മൈ ഡിയർ അപ്ലൈൻ, ഞാൻ ഇതുവരെ ഇനി എന്താണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. അടുത്തത് സോഷ്യൽ മീഡിയ. നെക്സ്റ്റ് പോയിന്റ്, സോഷ്യൽ മീഡിയ. ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. എനിക്കിത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രം കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നാൽ പോലും ഞാൻ അധികം സമയമില്ലാത്തത് കൊണ്ട്, ഇനി ആകെ 7 മിനിറ്റ് ആണുള്ളത്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. എന്താണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എന്താണ് വരുന്നത്? ഈ നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ അത്യന്തികമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഇപ്പൊ നമ്മൾ നേരിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടുവെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പിന്നീട് സെർച്ച് ചെയ്യുന്നത് അവർ ഇൻസ്റ്റാ ഐ ഡി എന്താണ്, അല്ലെങ്കിൽ FB-യിൽ ഫേസ്ബുക്കിൽ എന്താണ് അവരുടെ ഐ ഡി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ആ വ്യക്തിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ വേണ്ടത് ഒരു ഡയറക്ട് സെല്ലിംഗ്, പ്രൊഫഷണൽ ആയിട്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്ത് വിജയിക്കേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താണ് സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കയറി നോക്കുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ അത്രമാത്രം ഇല്ല, എന്നാലും ഉണ്ട്, ഇപ്പൊ കുറേശ്ശെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ന്യൂസുകൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പണി ഷെയറിങ് ആവരുത്, മറിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ മഞ്ജു വാര്യർ ആരെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കൂടുതൽ അറിയാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു, അവസാനം ചെല്ലുന്ന സമയത്ത് മഞ്ജു വാര്യർ ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നുള്ള ന്യൂസ് ആയിരിക്കും അവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വെബ്സൈറ്റിന് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസേഷണൽ സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ എന്ത് വേണം, നമ്മളൊരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ ചറപറ സാധനങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറരുത്. നമുക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ. ആദ്യം വേണ്ടത് എന്താ, പല വ്യക്തികളുടെ പ്രൊഫൈൽ പിക്ക് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ പിക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൊഫൈൽ പിക്ക് എന്തായിരിക്കണം, നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് കാണുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവേണ്ടത്, ആ പിക്ചറിനെ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതൊരു പോയിന്റ്. പ്രൊഫൈൽ പിക്ക് വളരെ മസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നിങ്ങൾ പല ആളുകളും പല ദിവസം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ
കോവളം ബീച്ച് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പിന്നെ കാസർഗോഡ് ബേക്കൽ ഫോർട്ടിൽ പോയി. പോകുന്ന സമയത്ത് അവിടെ നിന്ന് നിങ്ങൾ